പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടൂർണമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. മാനെ എയ്തവാടി എന്ന പേരിൽ നിന്നും പിന്നീട് മാനന്തവാടിയിലേക്ക് മാറിയ കേരളവർമ്മ പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്ന പുരാതന കാലത്തെ വയനാടിന്റെ ആസ്ഥാനമായ മാനന്തവാടി. ഈ മാനന്തവാടി ഉൾപ്പെടുന്ന മാനന്തവാടി രൂപതയിലെ മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ് ഇന്ന് MSTയുടെ ഈ പ്രേഷിത വാഹിനി നിറയെ സമ്മാനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വന്നെത്തിയിരിക്കുന്നത്. 1951 വളക്കൂറുള്ള പുതുമണ്ണ് തേടി കുറുവിലങ്ങാട്, കാഞ്ഞിരമറ്റം, മറ്റക്കര എന്നീ പ്രദേശങ്ങളിൽ നിന്നെത്തിയ പൂർവികർ അന്ന് വന്യജീവികളുടെ വിഹാര കേന്ദ്രമായിരുന്ന ഈ പ്രദേശം, മണിമൂളി പ്രദേശം, വിലയ്ക്ക് വാങ്ങി. വന്യമൃഗങ്ങളെ ഭയന്ന് വീട് വയ്ക്കാതെ വെറും ഒരു ഷെഡ് ഉണ്ടാക്കി താമസം ആരംഭിച്ച കുടുംബക്കാർ ഞായറാഴ്ച തോറും വിശുദ്ധ കുർബാന കാണുവാനായി നിലമ്പൂർ പള്ളിയിലേക്ക് ഒരുമിച്ച് നടന്നു പോവുകയായിരുന്നു പതിവ്. അങ്ങനെയുള്ള പൂർവികരുടെ മക്കളാണ് ഇന്ന് നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന 2 പാർട്ടിസിപ്പന്റ് കൂടിയാണ് നമുക്ക് അവശേഷിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ആ 2 പാർട്ടിസിപ്പൻസിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. പാർട്ടിസിപ്പൻസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഗെയിം എന്താണെന്നുള്ളൊരു ക്ലൂ കിട്ടിയല്ലോ. എന്താ കിട്ടിയ ക്ലൂ? മെമ്മറി ഗെയിം. ഓഡിയൻസിന് മനസ്സിലായല്ലോ, ഒരു മെമ്മറി ടെസ്റ്റ് ആണ്. പക്ഷേ അത് എങ്ങനെയാണെന്ന് ഇപ്പൊ പറഞ്ഞു തരും. അതായത് നിങ്ങളുടെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ഒത്തിരി മെത്രാന്മാരുള്ള കാര്യം നമുക്കറിയാലോ. അതായത് പല രൂപതകളിലും അതിരൂപതകളിലും എല്ലാമായിട്ട് ഒത്തിരി മെത്രാന്മാരൊക്കെ നമുക്കുണ്ട്. 10 സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരും. ഈ 10 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരുടെ പേര് പറയുന്നവരായിരിക്കും നമ്മുടെ പ്രേഷിത വാഹിനിയിലായിട്ട് അടുത്തത് കയറാൻ പോകുന്നത്. പെട്ടെന്ന് പറയണം. 10 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന സമയം. ഇവിടെ തുടങ്ങിയാലോ? ടൈം സ്റ്റാർട്ട്സ് നൗ. മാർ തോമസ് പാമ്പ്ലാനി, മാർ ജോസ് പൊരുന്നേടം, മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി. സ്റ്റോപ്പ്. എത്ര എണ്ണം പറഞ്ഞു? അടുത്ത ആൾ പറഞ്ഞു. മാർ ജോർജ് ആലഞ്ചേരി, മാർ ജോസ് പൊരുന്നേടം, മാർ ജോസഫ് കല്ലമ്പറമ്പിൽ, മാർ അലക്സ് താരാമംഗലം. നാലെണ്ണം പറഞ്ഞിട്ട് മരിയയാണ്, നമ്മുടെ മണിമൂളി പള്ളിയിലെ കുട്ടിയായ മരിയയാണ് അടുത്തതായി നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. നല്ലൊരു കൈയടി കൊടുത്തേ. മരിയ, നമുക്ക് പ്രൊഫൈൽ കണ്ടാലോ? കാണാം.
കൈകളാൽ ചാലിച്ചെഴുതിയ മനോഹര കാവ്യശില്പമാണ് ഈ പ്രപഞ്ചം. മനോഹരമായ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ മണിമൂളി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ പ്രകൃതിയിലെ ഓരോ ചെറിയ ജീവജാലങ്ങളെ പോലും ദൈവം എന്ത് കാര്യമായിട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും അപ്പച്ചനും അമ്മച്ചിയും ചേരുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കുടിയേറി വന്ന് ഈ കാട് വെട്ടിത്തെളിച്ച് ക്രിസ്തുരാജന്റെ നാമധേയത്തിൽ പണിതാണ് എൻ്റെ ക്രിസ്തുരാജ ഫൊറോന ദേവാലയം. എനിക്ക് കൂടുതലായിട്ടും എൻ്റെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാൻ ഇഷ്ടം ദൈവം മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാനുമാണ്. മരിയയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു. പക്ഷേ മരിയയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിലെ വിശേഷങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയണം. പക്ഷെ അതിന് ആദ്യം മരിയ നമ്മുടെ പ്രേക്ഷിത വാഹിനിലിട്ട് കയറിക്കോളൂ. മരിയ, എന്തോ റൂൾസ് എല്ലാം അറിയാലോ? അറിയാം. നമുക്കെന്നാ നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. അതിൽ മരിയയ്ക്ക് ആരെയാണോ ഇഷ്ടമെന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഏതാണ് എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ അൽഫോൻസാമ, ആരെയാണ് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയാണ്. കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യ ജീവിതമായിരിക്കാം മരിയയെ കൂടുതൽ അൽഫോൻസാമ ഇഷ്ടപ്പെടാൻ കാരണമാക്കിയത്. നമുക്ക് എന്തായാലും ചോദ്യം നോക്കാം. അൽഫോൻസാമ നിത്യവ്രതം ചെയ്തത് എന്ന്. അൽഫോൻസാമ നിത്യവ്രതം ചെയ്തത് എന്ന്. 1936 ഓഗസ്റ്റ് 12. 1936 ഓഗസ്റ്റ് 12. 1936 ആണ്. നോക്കിയാലോ നമുക്ക് ആൻസർ? ഉറപ്പാണോ? ആൻസർ ചെക്ക് ചെയ്യാം. 1936 ഓഗസ്റ്റ് 12. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം സിമ്പിളായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ആ സമ്മാനം നമുക്ക് മരിയയ്ക്ക് അങ്ങ് കൊടുത്തേക്കാം. സിനു, എനിക്കൊരു ഡാൻസ് കാണാൻ തോന്നുന്നു. നല്ലൊരു നാടോടി നൃത്തം എൻ്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് വിളിച്ചോ, എനിക്ക് എന്തായാലും ഇപ്പം കാണണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു നാടോടി നൃത്തവുമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അഖിലയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് അഖിലയെ സ്വാഗതം ചെയ്യാം. മകരക്കൊയ്ത്തു വന്നല്ലോ, മലഞ്ചെരുവിലെ മംഗമാർക്കിന്നുത്സവമല്ലോ. പരിഭവമോർക്കാതെ ഒരു നേരം കഞ്ഞിക്ക് പകരം നീ ഞങ്ങളെ കാക്കേണമേ.
ഒളിപ്പിച്ചിടാം. ഒരു രാവിൽ മാരനെ വിട്ടുറങ്ങ്, ഒരു രാവിൽ എന്നോട് ചേർന്നുറങ്ങ്. പാവങ്ങളാണേലും പട്ടിണിയാണേലും പരിശുദ്ധരാണീ ഞങ്ങളെന്നും. ഒരു നേരമില്ലേലും ജീവിച്ചു പോകട്ടെ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ഇരവേറെ ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ. കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി, ജന്മിയെ കയ്യേറി നെല്ലു കവർന്നു. ഒരു പിടിക്കഞ്ഞി ഞാൻ കോരിയൊഴിക്കുമ്പോൾ പടികടന്നു വന്നു പോലീസും തമ്പ്രാനും. ഭക്തിയുടുപ്പിട്ട പോലീസ് ചെന്നായ്ക്കൾ കൊക്കിന്റെ പട്ടയാൽ തല്ലിച്ചതച്ചു. കൊല്ലല്ലേ മാനെ, ഒരു നേരം കഞ്ഞിക്ക് വകയില്ലാതടിയങ്ങൾ ചെയ്തതാണേ. പിന്നെയും തല്ലുവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും അരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. 3 റൗണ്ടാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിൽ 8th റൗണ്ടാണ് മരിയക്ക് വേണ്ടത്. ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും അടങ്ങുന്നതാണ് ഈ സെക്ഷൻ. അപ്പം നമുക്ക് ചോദ്യം കണ്ടാലോ. ഉദയം പേരൂർ സൂനഹദോസ് ആരംഭിച്ച തീയതി 1599 ജൂൺ 20, 1539 ജനുവരി 1, 1699 ജൂലൈ 3, 1555 ഓഗസ്റ്റ് 1. 1539 ജനുവരി 1. ഉറപ്പാണോ? 1539 ആണെന്നാണ് മരിയ പറയുന്നത്. ആൻസർ ചെക്ക് ചെയ്യാം. ഉത്തരം തെറ്റിപ്പോയി. 1539 അല്ല. പിന്നെ ഏതാ ശരിയായ ഉത്തരം നമുക്ക് ചെക്ക് ചെയ്താലോ. 1599 ജൂൺ 20 ആണ്. സാരമില്ല, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചോദ്യം കണ്ടാലോ. ഉദയം പേരൂർ സുനഹദോസ് വിളിച്ചു ചേർത്ത മെത്രാപ്പൊലീത്ത ആരാണ്? ഉദയം പേരൂർ സുനഹദോസ് വിളിച്ചു ചേർത്ത മെത്രാപ്പൊലീത്ത ആരാണ്? ഗോവ മെത്രാപ്പൊലീത്ത ഡോക്ടർ അലക്സോ ഡെ മെനസിസ്. ഉറപ്പാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ. ആൻസർ ചെക്ക് ചെയ്യാം. ഗോവ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ അലക്സസ് ഡി മെനോസിസ്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഈ റൗണ്ടിലെ ഒരു ചോദ്യം തെറ്റിപ്പോയി, സാരില്ല. പക്ഷെ രണ്ടാമത്തെ ചോദ്യം മിടിക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ റൗണ്ടിൽ നമുക്ക് സമ്മാനമില്ല. പകരം നമുക്ക് ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുത്താലോ. ഓഡിയൻസ് റെഡിയല്ലേ ചോദ്യം കേൾക്കാൻ? അപ്പൊ ചോദ്യം ഇതാണ്: മണിമൂളി ക്രിസ്തുരാജ ദേവാലയത്തിന്റെ രജത ജൂബിലി വർഷം എന്നാണ്?
ദേ ഒരാൾ ചോദ്യം കേൾക്കട്ട് താമസം കൈപോക്കിയിട്ടുണ്ട്. വേഗം വാ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക്. നല്ലൊരു കയ്യടി കൊടുത്തേ. ആയിരത്തി 1976. വേറെ ഏതെങ്കിലും വർഷം? ആർക്കെങ്കിലും? ഇല്ല, ആർക്കും ഇല്ല. മണിമൂളി ക്രിസ്തുരാജ ദീവാലയത്തിന്റെ രജത ജൂബിലി വർഷം 1976. കറക്റ്റാണ് ആൻസർ. ഒരു കയ്യടി കൊടുത്തേ. മരിയ, എന്തോ? നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് വേണ്ടത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ടാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും മരിയക്കുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാം. ജെറീക്കോ റൗണ്ടിലെ വീഡിയോ കണ്ടാലോ? 1909 ഡിസംബർ മാസം 24 കുടമാളൂരിൽ ജനിച്ച കുട്ടി എന്ന ജോസഫ് മാലിപ്പറമ്പിൽ 1936 ഡിസംബർ 21 മംഗലപ്പുഴ സെമിനാരി ചാപ്പലിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി. രൂപത മൈനർ സെമിനാരിയിൽ പ്രൊഫസറും ആത്മീയ പിതാവുമായി അദ്ദേഹം തന്റെ വൈദിക ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടു. പിന്നീട് പുളിങ്കുന്ന് സെന്റ് മേരീസ്, ഭരണങ്ങാനം സെന്റ് മേരീസ്, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു. 1947 ഭരണങ്ങാനത്തേക്ക് വീണ്ടും നിയോഗിക്കപ്പെട്ടു. മരിയ, എന്തോ? നമുക്ക് ചോദ്യം കണ്ടാലോ? കാണാം. ചോദ്യം ഇതാണ്: ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്ത ഇടവകകളുടെ പേര് പറയുക. പുളിങ്കുന്ന്, ഭരണങ്ങാനം, ചങ്ങനാശ്ശേരി. പുളിങ്കുന്ന്, ഭരണങ്ങാനം, ചങ്ങനാശ്ശേരി. 3 ഇടവകകളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ചെക്ക് ചെയ്യാലോ? ആൻസർ ചെക്ക് ചെയ്യാം. പുളിങ്കുന്ന് സെന്റ് മേരീസ്, ഭരണങ്ങാനം സെന്റ് മേരീസ്, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ. സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ആ ചോദ്യം സിമ്പിളായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ സമ്മാനവും നമുക്ക് മരിക്ക് കൊടുക്കാം. എന്തായാലും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു പാട്ട് പാടട്ടെ. വേണ്ട, നമ്മുടെ മണിമൂളി ക്രിസ്തുരാജന്റെ ഇടവകയിലുള്ള ഒരു മിടുക്കി നമുക്കൊണ്ടൊരു നല്ലൊരു സോങ്ങുമായിട്ട് വരും. ആരാണ് വരുന്നത്? എലോണ ജിജോയെ വളരെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുത്തേ.
പാടിടും ഞാൻ എൻ്റെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും പാടിടും ഞാൻ എൻ്റെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും ചങ്കാണ് എൻ്റെ ചങ്കാണ് ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു ഒന്നുമില്ലേ നാദാ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എൻ്റെ ജീവിതം പൂർണ്ണമായും ഒന്നുമില്ലേ നാദാ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എൻ്റെ ജീവിതം പൂർണ്ണമായും ഓ ഓ ഓ ഓ ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു ചങ്കാണ് എൻ്റെ ചങ്കാണ് ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ 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 യേശു. കണ്ടോ, ഒരു അടിപൊളി പാട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓഡിയൻസിന്റെ എനർജിയുടെ ഗ്രാഫും അങ്ങോട്ട് കയറി. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന നമ്മുടെ മരിയയുടെ എനർജി ഗ്രാഫ് കൂടെ കൂടിയാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ബാക്കി നിൽക്കുന്നത് അഡ്ജൻഡസ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, സെന്റ് തോമസ് അതുപോലെ തന്നെ മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഈ 2 ഓപ്ഷൻസിൽ ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം കാണാം. ഫരീദാബാദ് രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥൻ ആര്? 4 ഓപ്ഷൻസ് ആണുള്ളത്. വിശുദ്ധ ഔസേപിതാവ്, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ തോമസ് ലീഹ. വിശുദ്ധ തോമസ് ലീഹയാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഇനി ഒരു ഡയറക്റ്റ് ചോദ്യമാണ് ബാക്കിയുള്ളത്. നമുക്ക് ആ ചോദ്യം കൂടെ കാണാം. തോമസ് ലീഹ സ്ഥാപിച്ചവയിൽ അരപ്പള്ളി എന്ന് പൊതുവെ അറിയപ്പെടുന്ന പള്ളി ഏത്? തിരുവിതാംകൂട്. തിരുവിതാംകൂട്. ഉറപ്പാണ്? ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. തിരുവാംകൂട്. ഉത്തരം ശരിയാണ്. 2 ഉത്തരവും ശരിയാക്കിയിട്ടുണ്ട്. തിരുവാംകൂട്, തിരുവിതാംകൂട് എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ സമ്മാനം വേണ്ടേ? നാല് റൗണ്ട് നമ്മുടെ മരിയയുടെ അവസാനിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കുള്ള റൗണ്ടാണ് ഓഡിയൻസ് റൗണ്ട്. ചോദ്യം ഇതാണ്: മണിമൂളി ഫൊറോന പള്ളിക്ക് കീഴിൽ എത്ര ഇടവകകളാണ് ഉള്ളത്? അവിടെ ഒരു മിടുക്കി കൈ പൊക്കിയായിരുന്നു. ഒരു മിടുക്കി കുട്ടി. അച്ചോടാ. 2 പേരും സാരല്ല, പോരെ, 2 പേരും പോരെ. നമുക്കേ 2 പേരുടെയും ആൻസർ കേൾക്കാം. പക്ഷെ സമ്മാനം 2 പേർക്കും സെയിം ആണെങ്കിൽ 2 പേരും വീതിച്ചെടുത്തോളോ. ആൻസർ പറഞ്ഞു. 10. 2 പേരും 10 ആണ് പറയുന്നത്. നിങ്ങൾ ഓഡിയൻസ് എന്താ പറയുന്നേ? മണിമൂളി, തലഞ്ഞി, പാതിരിപ്പാടം, നരിവാലമുണ്ട,
പാലാങ്കര, താളിപ്പാടം, മുണ്ടേരി, ഭൂത്താനം, മരുത, പാലയമാട് ഇങ്ങനെയാ 10 ഇടവകകളാണ് നമ്മുടെ ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിന് കീഴിലുള്ളത്. എന്നാൽ 2 പേർക്ക് നമുക്ക് സമ്മാനം കൊടുത്താലോ? അതെ, 2 പേര് ഉത്തരം പറഞ്ഞതില്ലേ, 2 പേർക്ക് സമ്മാനം കൊടുക്കാം. ഇനി ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് മരിയയ്ക്ക് അവശേഷിക്കുന്നത്. ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ആ 7ാമത്തെ ചോദ്യം. നമുക്ക് ചോദ്യം കണ്ടാലോ? കാണാം. ചോദ്യം ഇതാണ്: ക്രിസ്തുരാജന്റെ നാമധേയത്തിലുള്ള മണിമോളി ഇടവക ദേവാലയം ഫൊറോനയായി ഉയർത്തപ്പെട്ട വർഷം? 1964. ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. 1964 കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ 7 ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഉത്തരം തെറ്റിയ കാരണം നമുക്ക് മെമൻറ്റോ ഇല്ലെന്നേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും സമ്മാനങ്ങളുമായിട്ട് നമുക്ക് മടങ്ങാം. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനങ്ങളുമായിട്ട് താഴേക്ക് പോരെ. ഈ സമ്മാനങ്ങളൊക്കെ എടുത്ത് മരിയനെ സഹായിക്കാൻ മരിയയുടെ വീട്ടിൽ നിൽക്കുന്ന മരിയയുടെ പേരൻസ് കൂടെ ഒന്ന് പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക: ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. നമ്മുടെ സഭയാകുന്ന നല്ല വൃക്ഷത്തിലെ നല്ല ഫലങ്ങളാകുവാൻ നമുക്ക് കഴിയണം. മിഷനേറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്താ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ